साला ये दुख का खत्म नहीं होता बे. നിങ്ങൾ ഒരാൾ മരിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടോ? നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പലർക്കും പലതരത്തിലായിരിക്കും അനുഭവപ്പെടുക. എൻ്റെ വാപ്പ മരിക്കുന്നതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എൻ്റെ വാപ്പയുടെ കാലൊക്കെ ആകെ തണുത്ത് മരവിച്ചിരുന്നു. പിന്നീട് ആ തണുപ്പ് പ്രോഗ്രസീവ്ലി ശരീരത്തിലെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പടരാൻ തുടങ്ങി. അതിൽ സയൻസ് ഇതാണ്, നമ്മൾ മരിക്കാൻ അടുക്കുന്തോറും നമ്മുടെ ബോഡി സർക്കുലേഷനൊക്കെ വൈറ്റൽ ഓർഗൻസിലേക്കായിട്ട് ചുരുക്കും, മറ്റു ഭാഗങ്ങളിലേക്കുള്ള സർക്കുലേഷനൊക്കെ റിഡ്യൂസ് ചെയ്യും. വാപ്പ മരിച്ച ശേഷം കുറച്ച് കാലം ഞാൻ സ്കൂട്ടറിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ ദേഹത്ത് തണുത്ത കാറ്റ് തട്ടുമ്പോൾ എനിക്ക് ആ ദിവസം ഓർമ്മ വരും, എനിക്ക് കരച്ചിൽ വരും. നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ പറയുന്നൊരു കാര്യമാണ് അതങ്ങ് മറന്നേക്കാൻ. ആദ്യമൊക്കെ ഞാനും ആ അഡ്വൈസ് സ്വീകരിച്ചിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രാവൽ ചെയ്തു, ഓടി നടന്ന് സോഷ്യലൈസ് ചെയ്തു, ഫിസിക്കലി ആക്റ്റീവായി, മാരത്തോൺ ഓടി. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് വാപ്പ പറഞ്ഞു തന്നതോ കാണിച്ചു തന്നതൊക്കെയാണ്. ഫോർ ഇൻസ്റ്റൻസ്, എൻ്റെ വീട്ടിൽ രാവിലെ എല്ലാവർക്കും ചായ ഉണ്ടാക്കിയിരുന്നു വാപ്പയാണ്. വാപ്പ മരിച്ചതിന് ശേഷം അതിപ്പോൾ ഞാനാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാളെ മറക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. കാരണം അതിലെ ലാലിൻ്റെ ക്യാരക്ടറിനെ എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഗ്രീഫിനെ പറ്റി ഒരു ആർട്ടിക്കിൾ കണ്ടു. അത് എഴുതിയിരിക്കുന്നത് ഹെദർ എന്ന് പറയുന്ന ഒരു ഓഥറാണ്. ഹെദർ പറയുന്നത് വി ഷുഡ് റഷ് ത്രൂ അവർ ഗ്രീഫ് എന്നാണ്. ഗ്രീഫിനെ അവോയ്ഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുക, അതിനെ ഫീൽ ചെയ്യുക, അതിലൂടെ ആ വ്യക്തിയെക്കുറിച്ചുള്ള നല്ല മൊമെന്റ്സ് നമ്മൾ റീകളക്ട് ചെയ്യുക. ഗ്രീഫിനെ അവോയ്ഡ് ചെയ്യാൻ പറയുന്ന ആളുകൾക്ക് പകരം അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തും. സോ നെക്സ്റ്റ് ടൈം മേ ബി പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട നമ്മുടെ ഫ്രണ്ട്സിനോ വേണ്ടപ്പെട്ടവരെയോ എങ്ങനെ ആശ്വസിപ്പിക്കും എന്ന് കരുതി കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ മേ ബി യു ക്യാൻ ഷെയർ ദിസ് ആർട്ടിക്കിൾ.